കൈലാസ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ ക്ഷേത്ര നിർമ്മിതി എന്ന പ്രത്യേകതയുള്ള ഇത് എല്ലോറ ഗുഹകളുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്നു. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന 34 ഗുഹകളെയാണ് എല്ലോറ ഗുഹകൾ എന്നറിയപ്പെടുന്നത്. ഇവയിൽ 16ാമത്തെ ഗുഹയിലായി കൈലാസ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. 12 ബുദ്ധക്ഷേത്രങ്ങൾ, 5 ജൈന ക്ഷേത്രങ്ങൾ, 17 ഹിന്ദു ക്ഷേത്രങ്ങൾ എന്നിവയും ചരിത്ര പ്രാധാന്യം ഏറെയുള്ള ഈ ഗുഹകളുടെ ഭാഗമായി നിലനിൽക്കുന്നുണ്ട്. ഇവയിൽ വെച്ചും ഏറ്റവും വലുതാണ് കൈലാസ ക്ഷേത്രം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായി നിലനിൽക്കുന്നതും ലോകമെമ്പാടുമുള്ള കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്നതുമായ ഈ നിർമ്മാണ അത്ഭുതത്തെപ്പറ്റി നിരവധി രഹസ്യങ്ങളും നിഗൂഢതകളുമാണ് നിലനിൽക്കുന്നത്. അപാരമായ മനുഷ്യസിദ്ധികളാണ് ഇതിന് പിന്നിലുള്ളതെന്നും പുരാതന കാലത്തെ ഭാരതത്തിൻ്റെ നിർമ്മാണ അത്ഭുതങ്ങൾ അതിശയിപ്പിക്കാൻ പോകുന്നതാണെന്നും ഈ ക്ഷേത്ര നിർമ്മിതിയെ ചൂണ്ടിക്കാട്ടി പറയുമ്പോൾ തന്നെ മനുഷ്യസാധ്യമായ ഒന്നല്ല ഇതെന്നും ഇതിനെല്ലാം പിന്നിൽ ദിവ്യശക്തികളുടെ നിഗൂഢമായ ഇടപെടലാണ് ഉള്ളതെന്നുമാണ് ഒരു വിഭാഗം ആളുകൾ വിശ്വസിച്ചു പോരുന്നത്. ആധുനിക മനുഷ്യരെ അതിശയിപ്പിക്കുന്ന കൈലാസ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ മികവിനെയും ഇതിനെപ്പറ്റി നിലനിൽക്കുന്ന നിഗൂഢതകളെപ്പറ്റിയും എല്ലാമാണ് ഈ വീഡിയോ വിശദമാക്കുന്നത്. എത്ര വലിയ നിർമ്മിതികളാണെങ്കിലും അതിനെപ്പറ്റിയെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനും ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും ഈ ഡിജിറ്റൽ യുഗത്തിൽ അത്ര പ്രയാസമുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഇത്തരം സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാതിരുന്ന പൗരാണിക കാലത്ത് ഇതായിരുന്നില്ല സ്ഥിതി. പ്രത്യേകിച്ചും ഒരു ഒറ്റക്കല്ലിനെ അടിസ്ഥാനമാക്കി ഒരു നിർമ്മിതി നടത്തുമ്പോൾ ചെറിയൊരു പിഴവ് പോലും അതിൻ്റെ മൊത്തം നിർമ്മാണത്തെയും ബാധിക്കും എന്നതാണ് അവസ്ഥ. അത്തരമൊരു സാഹചര്യത്തിൽ എല്ലാ പരിമിതികളെയും റിസ്കുകളെയും അതിജീവിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ അതിബൃഹത്തായ ഇത്തരത്തിലൊരു നിർമ്മിതി അസാധ്യ കൈയടക്കത്തോടെയും പെർഫെക്ഷനോടെയും പൂർത്തിയാക്കാൻ സാധിച്ചത്. ആധുനിക കാലത്ത് പോലും ഇത്തരത്തിലൊന്ന് സാധ്യമാകുമോ എന്നതും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതെല്ലാമാണ് കൈലാസ ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്നതും ഇത് കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കാനുമുള്ള ഒരു പ്രധാന കാരണം. എന്തെല്ലാമാണ് കൈലാസ ക്ഷേത്രത്തെ അത്ഭുത നിർമ്മിതിയാക്കി മാറ്റുന്ന ഘടകങ്ങളെന്ന് നോക്കാം. കുന്നിൻ ചെരുവിൽ ലംബമായി സ്ഥിതി ചെയ്തിരുന്ന ഒരു ഭീമൻ പാറക്കെട്ട് അതിനെ തുരന്ന ശേഷം അതിൻ്റെ ഉൾവശം നീക്കി അതിവിദഗ്ധമായ പെർഫെക്ഷനോട് കൂടിയ ഒരു ക്ഷേത്ര രൂപത്തിലേക്ക് കൊത്തിയെടുത്തിരിക്കുന്നു. 4 ചുമരുകളും കൊത്തുപണികളും ചുവർ ചിത്രങ്ങളുമുള്ള ഒരു ഗുഹാക്ഷേത്രത്തെ ഒരൊറ്റ കല്ലിൽ നിന്നും നിർമ്മിച്ചെടുക്കുക എന്നത് അത്ര എളുപ്പത്തിൽ സാധ്യമായ ഒരു കാര്യമല്ല. അതികഠിനവും നീണ്ടു നിൽക്കുന്നതുമായ പ്രവൃത്തികളാണ് ഇതെല്ലാം. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന നിർമ്മാണ ഘട്ടങ്ങളിൽ ചെറിയൊരു പാളിച്ച പോലും വരുത്താതെ വേണം ഇതെല്ലാം പൂർത്തിയാക്കേണ്ടത്. ചിലപ്പോൾ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് നിർമ്മാണ രീതികളുടെയും മറ്റും കൈമാറ്റം നടത്തേണ്ടതായും വന്നേക്കാം. ഇത്തരത്തിലെല്ലാം നിരവധി വെല്ലുവിളികളെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശില്പികൾ അതിജീവിച്ചിട്ടുള്ളത്. രൂപപ്പെടുത്തി എടുത്തതിന് ശേഷം കല്ലുകളെ കൂട്ടിച്ചേർത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് പോലെയല്ല ഒരു കല്ല് പോലും പുറത്തുനിന്ന് കൊണ്ടുവരാതെ ജീവനുള്ള പാറകളെന്ന് വിശേഷിക്കപ്പെടുന്ന ഇത്തരം പാറകളെ തുരന്ന് നിർമ്മാണം നടത്തുക എന്നുള്ളത്. അത്രത്തോളം കൃത്യമായ ആസൂത്രണം ഇല്ലാതെ ഇതൊന്നും സാധിക്കുകയുമില്ല. എന്തുതരം സാങ്കേതിക വിദ്യയാവും ഈ നിർമ്മിതിക്ക് പിന്നിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്ന കാര്യത്തിലും വിദഗ്ധർക്കും വ്യക്തമായ ഒരു നിഗമനത്തിലെത്താനും സാധിച്ചില്ല. ഈ ക്ഷേത്രത്തിൽ കാണാനാവുന്ന ചില പ്രത്യേക നിർമ്മാണ രീതികൾ ഇതെല്ലാം ഇതിനെ അടിസ്ഥാനമാക്കി നിഗൂഢതകൾ പ്രചരിക്കുന്നതിനും കാരണമായിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ എന്തെല്ലാം നിർമ്മാണ വിസ്മയങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി കാണാനാവുന്നത് എന്ന് നോക്കാം. 164 അടി നീളവും 108 അടി വീതിയും 100 അടി ഉയരവുമുള്ള ഒരു ശില. അത്തരമൊരു പാറക്കെട്ടിൽ നിന്നുമാണ് പിരമിഡിന് സമാനമായ ആകൃതിയിലുള്ള ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. 3 നിലകളിലായി കാണപ്പെടുന്ന കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുന്ന ഒരു ഒറ്റക്കൽ ക്ഷേത്രം 2 കിലോമീറ്ററോളം സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്നു. സാങ്കേതിക വിദ്യകൾ വികസിച്ചിട്ടില്ല എന്ന് നാം കരുതിപ്പോരുന്ന ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നെയാണ് ഇത്രത്തോളം ഭാവനയും നിർമ്മാണ സൂക്ഷ്മതയും അപാരമായ നിർമ്മാണ വൈദഗ്ധ്യവുമെല്ലാം ഒത്തുചേർന്നതിൻ്റെ ഫലമായി ഇത്തരത്തിലൊരു മഹത് സൃഷ്ടി സാധ്യമായതെന്ന് ചിന്തിക്കുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നാം മനസ്സുകൊണ്ട് നമസ്കരിച്ചു പോകും. ഇതിനു വേണ്ടി വ്യക്തമായ ഒരു രൂപരേഖ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ടാവുമെന്നും കരുതപ്പെടുന്നു. അതിസൂക്ഷ്മമായ അളവുകളെയും ഗണിതത്തെയും പറ്റി ആഴത്തിലുള്ള അറിവ്, ദീർഘവീക്ഷണം, പിഴവുകളില്ലാത്ത ആസൂത്രണം എന്നിവ ഉള്ളവർക്ക് മാത്രമേ ഇത്തരത്തിലൊരു നിർമ്മിതി സാധ്യമാകൂ എന്നതും വ്യക്തം. ഏകദേശം 4 ലക്ഷം ടൺ പാറയെങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനായി നീക്കം ചെയ്യേണ്ടി വന്നു എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആ അവശിഷ്ടങ്ങൾ എവിടെ എന്നതിലും കൃത്യമായ ഉത്തരമില്ല. സാധാരണ രീതിയിൽ താഴെ നിന്ന് മുകളിലേക്കാണ് പുരാതന ശിലാസൃഷ്ടികളുടെ നിർമ്മാണം നടത്തുക. പക്ഷേ ഈ നിർമ്മിതിയുടെ കാര്യത്തിൽ
മുകളിൽ നിന്ന് താഴേക്കാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് എന്നും വിദഗ്ധർ പറയുന്നു. എല്ലോറയിലെ ക്ഷേത്രങ്ങളിൽ വെച്ചും മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതിനെ മാത്രമാണ് വേറിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നിടത്തായി കാണുന്ന തൂണുകളുടെ വലിപ്പവും കൊത്തുപണികളിലെ വൈദഗ്ധ്യവും കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. പാറയെ അതിവിദഗ്ധമായി മുറിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് ശ്രീകോവിലിൻ്റെ തൂണുകളും ഗോപുരവും. 100 അടിയിലധികം ഉയരം വരുന്ന വലിയൊരു സ്തൂപം കല്ലിൽ തീർത്ത് അത്ഭുത കാഴ്ചയായി തലയുയർത്തി നിൽക്കുന്നു. പടികൾ, ഭൂഗർഭ തുരങ്കങ്ങൾ, ബാൽക്കണികൾ ഇതെല്ലാം കല്ലിൽ നിന്നും കൊത്തിയെടുത്തവയാണ്. ശിവനായി സമർപ്പിച്ചിട്ടുള്ളതാണ് ഈ ക്ഷേത്രം. ശിവന്റെ വാസസ്ഥലമായി കരുതപ്പെടുന്ന കൈലാസ പർവ്വതത്തിന് സമാനമായാണ് ഇതിനെ കൊത്തിയെടുത്തിട്ടുള്ളതെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. രാമായണവും മഹാഭാരതവും പുരാണങ്ങളും എല്ലാം ഇവിടെ അതിമനോഹരമായി കൊത്തിവെച്ചിരിക്കുന്നു. ശിവന്റെ വ്യത്യസ്ത ഭാവങ്ങളെ അതിസൂക്ഷ്മമായും ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നു. പാറക്കെട്ടിൻ്റെ ഖനനവും കൊത്തുപണികളും ഉൾപ്പെടെയുള്ള ഇതിൻ്റെ നിർമ്മാണത്തിനായി 100 വർഷം വരെ എടുത്തിരിക്കാം എന്നാണ് ചില വിദഗ്ധർ പറയുന്നത്. അതേസമയം 18 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ടാവും എന്നാണ് മറ്റൊരു പക്ഷം പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ നിർമ്മിക്കപ്പെട്ട ഇവിടെ വലിയ മഴയിലും വെള്ളക്കെട്ട് ഉണ്ടാകുന്നതുമില്ല. കുറ്റമറ്റ ഒരു ഡ്രൈനേജ് സംവിധാനമാണ് ഈ ഒറ്റക്കൽ നിർമ്മിതിയിൽ സജ്ജമാക്കിയിട്ടുള്ളത് എന്നതാണ് കാരണം. ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര, മുകളിലത്തെ നിലകൾ, മുറ്റം എന്നിവിടങ്ങളിലെത്തുന്ന മൊത്തം മഴവെള്ളത്തെയും അവിടെ നിന്ന് ആഴവും വീതിയുമുള്ള ഒരു ജലചാൽ സംവിധാനത്തിലേക്ക് എത്തിച്ച ശേഷം പുറന്തള്ളുന്നതാണ് രീതി. ഈ ജലചാലുകൾ സജ്ജമാക്കിയിരിക്കുന്നതാകട്ടെ ഈ ക്ഷേത്രത്തിൻ്റെ മൊത്തം നിർമ്മാണത്തിൻ്റെ ഭംഗിക്ക് കോട്ടം ഉണ്ടാക്കാത്ത രീതിയിലുള്ളതും. ഈ ജലചാലുകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കല്ലിനെ ഉരുക്കി നിർമ്മിച്ചതാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഇത്. നിർമ്മാണത്തിൻ്റെ ഇത്തരം പ്രത്യേകതകളും ഇതിനെപ്പറ്റിയുള്ള നിരവധി നിഗൂഢതകൾ ഉയർന്നു വരുന്നതിന് കാരണമാകുന്നു. ശബ്ദത്തെ അതിമനോഹരവും ക്രിയാത്മകവുമായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു രൂപകൽപ്പനയാണ് ഇവിടെയുള്ളത് എന്നതും കൈലാസ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാകുന്നു. അതിനെപ്പറ്റിയെല്ലാം വിശദമായി നോക്കാം. ശബ്ദശാസ്ത്രത്തെപ്പറ്റി അഗാധമായ അറിവുള്ളവരാണ് ഇതിൻ്റെ നിർമ്മിതി നടത്തിയവർ എന്നും മനസ്സിലാക്കാനാവും. സംഗീത കച്ചേരികൾ നടത്തുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഹാളുകൾ, തിയേറ്ററുകൾ എന്നിവ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ രൂപകൽപ്പന ചെയ്ത് മികവുള്ളതാക്കുന്നത് ഇക്കാലത്തെ ഒരു പതിവ് കാര്യമാണ്. ശബ്ദത്തെ അതിമനോഹരമായി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യം നൂറ്റാണ്ടുകൾക്ക് മുന്നേ നിർമ്മിച്ചിരിക്കുന്ന ഈ കൽ നിർമ്മിതിയിലും നടപ്പിലാക്കിയിരിക്കുന്നു എന്നത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. ഇത്തരം നിരവധി കാര്യങ്ങളെല്ലാം ഈ നിർമ്മിതിയെ അതുല്യമാക്കുന്നതിനും കാരണമാകുന്നു. ഇതൊരു മനുഷ്യനിർമ്മിതി തന്നെയോ എന്ന സംശയത്തിനും ഇത്തരം പ്രത്യേകതകൾ കാരണമാകുന്നുണ്ട്. ഇതിനെപ്പറ്റിയെല്ലാം മനസ്സിലാക്കാനുള്ള രേഖകളൊന്നും നമുക്ക് ലഭ്യമല്ല. എന്തിനു വേണ്ടിയാവും അന്നത്തെ മനുഷ്യർ ശബ്ദത്തെ ഇത്തരത്തിലെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവുക എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. ഇതിനെല്ലാം ഉത്തരമായി ശബ്ദരോഗശാന്തി എന്ന കാര്യത്തിലേക്കാണ് വിദഗ്ധർ എത്തിച്ചേരുന്നത്. ശബ്ദവിന്യാസത്തിലൂടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ലക്ഷ്യം വെക്കുന്ന രീതിയെയാണ് അക്കോസ്റ്റിക് അഥവാ ശബ്ദരോഗശാന്തി എന്ന് അറിയപ്പെടുന്നത്. ഇതേ ആശയമാവാം ഇവിടെയും പരീക്ഷിച്ചിരിക്കുന്നത് എന്നാണ് വിദഗ്ധർ കരുതുന്നത്. ഇവിടുത്തെ നിർമ്മാണത്തിലെ പ്രത്യേകതകൾ ശബ്ദതരംഗങ്ങളെ ഉയർത്തുന്നതിനും സഹായകരമാകുന്നു. ഇവിടുത്തെ അറകളിൽ നിന്ന് വരുന്ന ശബ്ദം ഒരേ താളത്തിലുള്ളതാണ്. ശബ്ദത്തിൻ്റെ ചലനാത്മകത ഇതിൻ്റെ ഹാളുകളിലും അറകളിലും അനുഭവപ്പെടുന്നു. ഇവിടെ മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് കൂടുതൽ ഉച്ചത്തിലാണ് പ്രതിധ്വനിക്കുന്നത്. പാറയിൽ രൂപപ്പെടുത്തിയ തൂണുകൾ, പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന തളങ്ങൾ, ആർച്ച് ഷേപ്പിലുള്ള അറകൾ, ഒപ്പം തന്നെ വാസ്തുവിദ്യയിലെ പ്രത്യേകതകളും ഇവിടെ ശബ്ദത്തെ ഉച്ചത്തിലാക്കുന്നതിന് സഹായകരമാകുന്നു. 17-ാം നൂറ്റാണ്ടിൽ ഔറംഗസീബ് ഈ ക്ഷേത്രത്തെ നിരവധി തവണ നശിപ്പിക്കാനായി ശ്രമിച്ചതായും അതിൽ പരാജയപ്പെട്ടതായും പറയപ്പെടുന്നു. 1000 പേരെയാണ് 3 വർഷത്തോളം ഇതിനായി നിയോഗിച്ചത്. ഈ ക്ഷേത്രങ്ങളിലെ ശില്പങ്ങളിൽ ചിലതിൽ കാണപ്പെടുന്ന കേടുപാടുകൾ അത്തരം പ്രവൃത്തികളുടെ ഫലമായി സംഭവിച്ചതാണ് എന്നും കരുതപ്പെടുന്നു. പൗരാണിക ഭാരതീയരുടെ അതുല്യമായ നിർമ്മാണ വൈഭവത്തിന് തെളിവായി ചൂണ്ടിക്കാട്ടപ്പെടുന്ന ഈ ക്ഷേത്രത്തെ മനുഷ്യനിർമ്മിതിയായി പരിഗണിക്കാത്ത ഒരു വിഭാഗം നിലനിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടെന്നും അവർ ഉയർത്തുന്ന വാദങ്ങൾ എന്തെല്ലാമെന്നും നോക്കാം. ഇത്തരത്തിലൊരു നിർമ്മിതിയെ ഒരുക്കിയെടുക്കാനായി കൃത്യമായ ഒരു അളവിൽ ഇതിന് ചുറ്റിനുമായി സ്ഥിതി ചെയ്തിരുന്ന പാറകളെ അതിസൂക്ഷ്മമായി നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. എത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടെ ആയിരിക്കും സാധ്യമാക്കിയിട്ടുണ്ടാവുക. നിർമ്മാണത്തിൻ്റെ ഭാഗമായി നീക്കം ചെയ്യപ്പെട്ടത് ടൺ കണക്കിന് പാറകളാണ്. ഇതെല്ലാം ഇവിടെ നിന്നും എങ്ങനെ എവിടേക്ക് മാറ്റി? അതിസങ്കീർണമായ ഈ നിർമ്മിതിക്കായുള്ള പുരാതന കാലത്തെ മനുഷ്യരുടെ അറിവുകൾ എന്തെല്ലാമായിരിക്കും തുടങ്ങിയ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമില്ലാത്തതിനാൽ ഇതിനെപ്പറ്റിയെല്ലാം നിരവധി നിഗൂഢതകളും നിലനിന്നു പോരുന്നു. ഇതിൻ്റെ നിർമ്മാണത്തിലെ അസാധ്യ കൈയടക്കം
ഇതിനെ കേന്ദ്രീകരിച്ചുള്ള നിരവധി കഥകൾക്കും നിഗൂഢ സിദ്ധാന്തങ്ങൾക്കും ഒരു പ്രധാന കാരണമാകുന്നു. എത്തരത്തിലുള്ള ആയുധങ്ങളും നിർമ്മാണ രീതികളുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നതിനെപ്പറ്റിയും നിരവധി വിശ്വാസങ്ങളും പ്രചരിക്കുന്നുണ്ട്. നിർമ്മാണശേഷം ആയുധം ക്ഷേത്രത്തിന് താഴെയുള്ള ഗുഹയിലായി സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു വിശ്വാസം. ഇതിൻ്റെ നിർമ്മാണം ദൈവീക ശക്തികൾ കുറഞ്ഞ സമയം കൊണ്ട് നടത്തിയതാണെന്നാണ് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇവിടുത്തെ വീതിയേറിയ ഭൂഗർഭ പാതകളാണ് മറ്റൊരു നിഗൂഢത. മലകൾക്ക് താഴെയായി ഗുഹകളിലേക്ക് നയിക്കുന്ന തുരങ്കങ്ങൾ ഉണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇത് നിഗൂഢവും കാഴ്ചയിൽപ്പെടാതെ മറഞ്ഞിരിക്കുന്നതും ആണെന്നും പറയപ്പെടുന്നു. ഈ പാതകൾ ഭൂഗർഭ തുരങ്കങ്ങളുടെ മുഴുവൻ സ്ഥലത്തെയും ബന്ധിപ്പിക്കുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നവയാണ്. ക്ഷേത്രത്തിനടിയിലായി നിരവധി രഹസ്യപാതകൾ നിലനിൽക്കുന്നതായി പറയുന്നു. ഈ രഹസ്യപാതകളിലായി പുരാതന സാങ്കേതിക വിദ്യകളും എനർജി മെഷീനുകളും ഗൂഢാത്മകമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്നാണ് പാറകളെ ഉരുക്കുന്ന ഒരു മിത്തോളജിക്കൽ സാങ്കേതിക വിദ്യ ഉള്ളതായും കരുതപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിലെ ഓവുചാലുകളുടെ നിർമ്മാണ രീതികളെപ്പറ്റിയുള്ള സംശയങ്ങൾ ഇത്തരമൊരു വിശ്വാസത്തിന് കാരണമായിട്ടുമുണ്ട്. 4 സിംഹങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മഹാമണ്ഡപമേൽക്കൂര. ഇതിനെപ്പറ്റിയും ചില നിഗൂഢതകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ കാണപ്പെടുന്ന 4 സിംഹങ്ങളെയും കൈപ്പത്തി ഉയർത്തിയ നിലയിലാണ് കാണാനാവുക. നിഗൂഢമായ ഒരു സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ സിംഹങ്ങളുടെ കൈപ്പത്തി എക്സ് ആകൃതി പോലെയാണ് അനുഭവപ്പെടുന്നതെന്നും ഇതിൽ ചില രഹസ്യങ്ങൾ ഉണ്ടെന്നും വിശ്വസിക്കുന്നവർ സിംഹങ്ങളുടെ കൈപ്പത്തികളെ ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സൂചകമായും കരുതുന്നു. ദൈവീക ശക്തികൾക്ക് ഇവിടേക്ക് എത്തുന്നതിലേക്കുള്ള വഴികാട്ടിയായും ചിലർ ഇതിനെ വിശ്വസിച്ചു പോരുന്നു. ഇവിടെ കാണപ്പെടുന്ന പടികളാണ് മറ്റൊരു നിഗൂഢത. പ്രത്യേക ഉപയോഗങ്ങളൊന്നും പറയാനില്ലാത്ത ഈ ഹാൻഡിലുകൾ എന്തിനു വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണെന്ന സംശയങ്ങളും ദുരൂഹതയ്ക്ക് കാരണമാകുന്നു. പാറകളിൽ നിന്നും ഒരുക്കിയെടുത്തിട്ടുള്ള നിരവധി ഗുഹകൾ കാണപ്പെടുന്ന ഒരിടം കൂടിയാണ് രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളും ഇത്തരമൊരു അത്ഭുത സൃഷ്ടിക്ക് പിന്നിലെ കാരണമായിട്ടുണ്ട്. ഈ പ്രദേശത്തെ പാറകൾ ചെത്തി ഒരുക്കിയെടുക്കാൻ പാകത്തിലുള്ളതാണ്. മറ്റു പാറകളെ അപേക്ഷിച്ച് മൃദുവും അടുക്കുള്ളവയും ആണിവ. സഹ്യാദ്രിമലയിലെ ബസാൾട്ട് പാറക്കെട്ടുകളിൽ നിന്നും കൊത്തിയെടുത്തിരിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കത്തെപ്പറ്റിയും കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിലും കണക്കാക്കപ്പെടുന്ന ഇതിൻ്റെ പഴക്കം 1200 വർഷങ്ങളാണ്. 1920-ൽ ബറോഡയിൽ നിന്ന് ലഭിച്ച ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ളതായി കരുതപ്പെടുന്ന ചെമ്പ് ഫലകങ്ങളിൽ നിന്നും ചില സൂചനകൾ ലഭിച്ചിട്ടുള്ളത്. ദേവന്മാരെ പോലും അതിശയിപ്പിക്കുന്ന ഒരു ക്ഷേത്രം. ഓറയിൽ നിർമ്മിച്ച രാഷ്ട്രകൂട് രാജവംശത്തിലെ ആദ്യത്തെ കൃഷ്ണരാജാവിനെ പറ്റിയാണ് ഈ ചെമ്പ് ഫലകത്തിൽ പരാമർശമുള്ളത്. 6-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനുമിടയിൽ ദക്ഷിണ കർണാടക മുതൽ കോഗ് എന്ന് അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ UP വരെ ആയിരുന്നു രാഷ്ട്രകൂട സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തി. ഒരു ഭരണാധികാരിയുടെ നിയന്ത്രണത്തിൽ മാത്രമല്ല ഇതിൻ്റെ നിർമ്മിതി എന്നും അഭിപ്രായങ്ങളുണ്ട്. ക്ഷേത്രം ഒരാഴ്ച കൊണ്ടാണ് നിർമ്മിച്ചതെന്ന കഥയും നിലനിൽക്കുന്നുണ്ട്. ശിവഭക്തനായിരുന്ന ഇവിടുത്തെ രാജാവ് ഭാര്യയുടെ രോഗം ഭേദമായാൽ ശിവനായി ക്ഷേത്രം പണിയാമെന്ന് പ്രാർത്ഥിച്ചെന്നും പ്രാർത്ഥന ഫലിച്ചതോടെ ക്ഷേത്രത്തിൻ്റെ പണി ആരംഭിച്ച രാജാവ് നിഗൂഢമായ ശക്തികളുടെ ഇടപെടൽ തേടിയെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ പണി പൂർത്തി ആയെന്നുമാണ് പ്രചരിക്കുന്ന ഒരു കഥ. രാജ്യത്ത് ഇത്തരത്തിൽ നിരവധി ശിവക്ഷേത്രങ്ങളുണ്ട്. ഇന്ത്യക്കാർ ഇത്തരം നിർമ്മിതികളിൽ വൈദഗ്ധ്യം ഉള്ളവരാണെന്ന് എന്നതിനുള്ള തെളിവുകളാണ് ഇത്തരം നിർമ്മിതികൾ. അതേസമയം കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയാത്ത നിർമ്മാണ രീതികളും ഇതിനെ ഒരു അസാധാരണ സൃഷ്ടിയായി കണക്കാക്കുന്നതിനുള്ള കാരണമാകുന്നു. ആധുനിക കാലത്തെ മനുഷ്യരെ അതിശയിപ്പിക്കുന്ന ഇതിൻ്റെ നിർമ്മാണ മികവാണ് ഇത്തരത്തിലുള്ള ദുരൂഹതകൾ പ്രചരിപ്പിക്കുന്നതിന് പിന്നിലെ കാരണം. ആധുനിക കാലത്ത് പോലും ഇത്തരത്തിലൊരു മനുഷ്യനിർമ്മിതി സാധ്യമാണോ എന്നതും സംശയകരമാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽപ്പെടുന്ന കൈലാസ ക്ഷേത്രം ലോക അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും അതിനോടെല്ലാം കിടപിടിക്കുന്ന ഒരു നിർമ്മിതി തന്നെയാണ് എല്ലോറയിലെ ഈ നിർമ്മാണ വിസ്മയം എന്ന കാര്യത്തിൽ തർക്കമില്ല.